കോട്ടയം തിരുവാർപ്പിൽ കാണിക്ക വഞ്ചികൾ തകർത്ത് മോഷണം. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രത്തിലെയും കാണിക്കവഞ്ചി തകർത്ത് മോഷണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെയും ഉപദേവ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലെ നടയിലെ കാണിക്കവഞ്ചിയും സമീപത്തെ കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെയും വഞ്ചികളാണ് മോഷ്ടാവ് കവർന്നത്. ഇന്ന് പുലർച്ചെ 12-നും 1:30-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടാവ് ഇവിടെ നിന്നും ഇളക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കവാടത്തിലെ കവർച്ചയുടെ ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പാൻസും ഷർട്ടും തൊപ്പിയും ധരിച്ചെത്തിയ യുവാവാണ് മോഷണം നടത്തുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടുത്തെ താടി തകർത്താണ് മോഷണം. മോഷ്ടാവ് ഇതര സംസ്ഥാനക്കാരനാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി പരിചയമില്ലാത്തവർ അമ്പലത്തിന് സമീപത്ത് എത്തിയിരുന്നതായി ക്ഷേത്ര അധികൃതരും പറയുന്നു. കഴിഞ്ഞ ആഴ്ച ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പണം എടുത്തതിനാൽ വലിയ തുക നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 1:30 ഇന്ന് വെളുപ്പിന് 1:30 ഒരാൾ വരികയും ഒറ്റയ്ക്കായിരുന്നു. ഒരാൾ വരികയും കാണിക്കവഞ്ചി തുറന്ന് പുറയുന്നൊരു ചെറിയൊരു കമ്പിപ്പാര പോലെ ഉപയോഗിച്ചിട്ട് കാണിക്കവഞ്ചി കുത്തിപ്പൊട്ടിച്ച് അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. പുറകിലൊരു റോഡ് സൈഡിൽ തന്നെ ഒരു വഞ്ചിയുണ്ട്. അങ്ങനെ 3 വഞ്ചിയിൽ നിന്നാണ് മോഷണശ്രമം നടന്നേക്കുന്നത്. ഇവിടുന്ന് ആനക്കോട്ടിലെ വഞ്ചിയിൽ നിന്നാണ് CCTVയിൽ വ്യക്തമായിട്ട് മുഖം കാണാം. പൈസ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. 1:30 സമയത്താണ് വന്നേക്കുന്നതെന്നാണ് CCTV നമുക്ക് ടൈമിങ് കാണിക്കുന്നത്. രാവിലെ ഒരു 5:30-6 മണിയോടുകൂടിയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് തിരിച്ച് അതുപോലെ തന്നെ അടച്ചൊക്കെ വെച്ചിരുന്ന കാരണം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനെ 2 മണിക്ക് ഇവിടെ നമുക്ക് മേശാന്തി ആൾക്കാരും ജീവനക്കാരും എല്ലാം അമ്പലത്തിനകത്തുള്ളതാണ്. അത്രയും സമയത്തിനുള്ളിൽ അത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാരണം വാച്ചിങ് ചെയ്തിട്ടാണ് പുള്ളി മോഷിച്ചിരിക്കുന്നത്. അപ്പം ആരും ഇല്ലാത്തൊരു സമയം നോക്കി കൃത്യമായിട്ട് പുള്ളി പൈസ എടുത്തിട്ടുണ്ട് അകത്തു നിന്ന്. അപ്പോൾ രാവിലെ ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല. രാവിലെ വന്നിട്ടാണ് പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത് രാവിലെ ഒരു 6 മണിയോടുകൂടിയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. കഴിഞ്ഞിട്ടാണ് പോലീസിന് വിവരങ്ങൾ അറിയിക്കുക. അവർ വന്ന് അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. അനന്തു നടത്തുന്നത്.